എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി കാത്തിരുന്ന ആ വാരാന്ത്യപ്പതിപ്പ്, ദേശാഭിമാനിയുടെ വാരാന്ത്യപ്പതിപ്പ്, ഇന്നലെ ഞായറാഴ്ച എം സ്വരാജ് പറയുന്ന ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ ഇത് ഇറക്കാൻ പറ്റാതായി പോയി എന്ന് പറഞ്ഞാൽ, സ്വരാജ് പറയുന്നത് ഇത് പ്രിന്റ് ചെയ്ത് കിട്ടിയില്ല, ദേശാഭിമാനി പ്രസ്സിന് എന്തോ തകരാറായിരുന്നു, അപ്പം വേറൊരു സ്വകാര്യ പ്രസ്സിലാണ് ഇത് അച്ചടിച്ചത്. പക്ഷെ ആ സ്വകാര്യ പ്രസ്സും കേടുവന്നു, പിന്നെ മറ്റെവിടെയോ പോയി അച്ചടിച്ചതാണ്, അപ്പൊ സമയത്തിന് വിതരണം ചെയ്യാൻ പറ്റിയില്ല. എന്തൊരു നല്ല ന്യായീകരണം അല്ലേ? അങ്ങനെ സ്വരാജിന്റെ ന്യായീകരണം നമ്മളെല്ലാവരും വിശ്വസിച്ചു. കാരണം സ്വരാജാണല്ലോ പറയുന്നത്. സ്വരാജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇത് വിശ്വസിക്കണം. അങ്ങനെ ആ വാരാന്ത്യ പതിപ്പാണ് ദേശാഭിമാനിയുടെ. തലക്കെട്ട് കണ്ടില്ലേ? മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം. എന്താണ്? മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം. അതെഴുതിയത് കെ വി സുധാകരനാണ്. കെ വി സുധാകരൻ എഴുതിയ വി എസ് അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പാണ്. ഈ തലക്കെട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ദേശാഭിമാനിയിലെ ചില കൊണസ്രാൾമാർക്കൊക്കെ തോന്നി. ദേശാഭിമാനിയിലല്ല കേട്ടോ, സോറി, സി പി എമ്മിലെ ചില മൂത്ത കൊണസ്രാൾമാർക്ക് തോന്നി ഇതിന്റെ തലക്കെട്ടില് എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇത് എഴുതിയ നമ്മുടെ ആരാണ്? കെ വി സുധാകരൻ വി എസിന്റെ ആത്മകഥയ്ക്ക് എഴുതിയ ആളാണ്. ജീവചരിത്രം എഴുതിയ ആളാണ്. അപ്പം കെ വി സുധാകരൻ ഒരു വി എസ് പക്ഷപാതിയാണ്. അപ്പം അത് ഈ ലേഖനം ഒരു പിണറായി വിരുദ്ധ ലേഖനമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വാരാന്ത്യപ്പതിപ്പ് ഇന്നലെ പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്നാണ് നമ്മളൊക്കെ കരുതിയത്. രണ്ട് കാരണങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ഈ വി എസിന്റെ ഈ ലേഖനത്തിന്റെ തലക്കെട്ട് മുഴങ്ങുന്നിപ്പോഴും കടലിരമ്പം എന്നാണ്. ഈ കടലിരമ്പം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും പണ്ട് ശംഖുമുഖത്ത് പിണറായി വിജയൻ ചെയ്ത പ്രസംഗം. വി എസ് അച്യുതാനന്ദനെ അവഹേളിച്ചുകൊണ്ട്, വി എസ് അച്യുതാനന്ദന് ഒരു ജനപിന്തുണയില്ല, വി എസ് അച്യുതാനന്ദൻ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ വി എസ് അച്യുതാനന്ദന് ജനപിന്തുണ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ, വി എസ് അച്യുതാനന്ദന്റെ കൂടെ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദന് കണ്ണേകരളെ വി എസ് എ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വി എസിന്റെ അനുയായികള് അല്ലെങ്കിൽ വി എസിന്റെ ആരാധകര്, അവരൊക്കെ സി പി എമ്മിന് വേണ്ടിയിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. കാരണം സി പി എമ്മിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ വി എസ് പ്രസക്തനാവുന്നുള്ളൂ. കാരണം ഇടക്കാലത്ത് വി എസിന്റേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പിണറായിയും വി എസും തമ്മിലുള്ള അടി കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ കാലത്ത് വി എസിന്റേതായ ഒരു രീതിയിൽ, എന്ന് പറഞ്ഞാൽ പിണറായിസത്തോട് സമരം ചെയ്തുകൊണ്ട്, പിണറായിസത്തിനെതിരെ കലാപം നടത്തിക്കൊണ്ട് വി എസിന്റേതായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് പിണറായി പറഞ്ഞത് വി എസ് ശരിയല്ല. ആ ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശംഖുമുഖത്ത് പിണറായി ഇങ്ങനെ പ്രസംഗിച്ചത്. അതായത് പഴയൊരു ചൈനീസ് കഥ പറഞ്ഞുകൊണ്ട് ഈ കടലില് തിരമാലകൾ ഇങ്ങനെ എന്താ പറയാ അലയടിച്ചു വരുമ്പോ ഇത് കണ്ടിട്ട് വളരെ ഈ തിരമാലകൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നത് കണ്ടിട്ട് കൗതുകം പൂണ്ട ഒരു കുട്ടി ഓടിപ്പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ തിരമാല ഉൾപ്പെടെയുള്ള കടൽ വെള്ളം കോരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. നോക്കിയപ്പം ആ ബക്കറ്റിൽ തിരമാല കാണാനില്ല. കുട്ടി ആകെ ദുഃഖിതനായി. അപ്പൊ കുട്ടിയോട് ഈ ബക്കറ്റിലെ വെള്ളം പറഞ്ഞത്രേ, എന്റെ കുട്ടി നീ കരയണ്ട, കടലിലാവുമ്പോ മാത്രമേ എനിക്ക് തിരമാലയാവാൻ പറ്റുള്ളൂ, ബക്കറ്റിൽ കോരിയാൽ എനിക്ക് തിരമാലയാകാൻ പറ്റില്ല എന്ന് ഈ ബക്കറ്റിലെ വെള്ളം കുട്ടിയോട് പറഞ്ഞത്രേ. അപ്പൊ പിണറായി ഉദ്ദേശിച്ചത് എന്താണ്? വി എസ് വേദിയിലുണ്ട്. അപ്പം വി എസിന് കിട്ടുന്ന ഈ ജനപിന്തുണ അല്ലെങ്കിൽ ഈ ആരാധകരുടെ കണ്ണേകരളെ വി എസ് എ എന്നുള്ള വിളികളൊക്കെ വി എസ് സി പി എമ്മിനോട് ചേർന്ന് നിന്നാലേ ഉണ്ടാവുള്ളൂ, വി എസ് ഒറ്റക്ക് നിന്നാൽ കിട്ടില്ല എന്നാണ് പിണറായി പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ പറഞ്ഞത്. അപ്പൊ ഈ കടലിരമ്പം, തിരമാല എന്നൊക്കെ പറഞ്ഞാൽ ഇത് വി എസ് അച്യുതാനന്ദനെ കുത്താൻ വേണ്ടിയിട്ട്, വി എസ് അച്യുതാനന്ദനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട്, അവഹേളിക്കാൻ വേണ്ടിയിട്ട് പിണറായിക്ക് ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ? ഡാഷിന്റെ മോനെ, കടക്കപ്പുറത്ത്, മാറി നിൽക്ക്, പിന്നെന്താണ് പരനാറി, കുലംകുത്തി തുടങ്ങിയ പിണറായി വിജയന്റെ പദപ്രയോഗങ്ങൾ പോലുള്ള ഒരു പദപ്രയോഗമായിരുന്നു ഈ കടലിരമ്പം. മറ്റൊന്ന് കടലിലെ തിരമാല. അപ്പൊ ഇത് ഈ കടൽ ഇരമ്പം, അപ്പൊ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്നാണ് ഇതിന്റെ തലക്കെട്ട്. മനസ്സിലാക്കണം നിങ്ങൾ, മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന് പറഞ്ഞാൽ പിണറായി പണ്ട്
ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളമാണ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ആളാണ് അല്ലെ. വി എസ് എന്ന് പറഞ്ഞാൽ ബക്കറ്റിൽ കോരിയെടുത്ത വെള്ളമാണ്. പിണറായി എന്ന് പറഞ്ഞാൽ കടല്, തിരമാല, കടല്. വി എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് കോരിയെടുത്ത ഒരു ബക്കറ്റിലെ വെള്ളം മാത്രമാണ്. അതിൽ തിരയുണ്ടാവില്ല, തിരമാല ഉണ്ടാവില്ല, ഇരമ്പും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് ഇങ്ങനൊരു തലക്കെട്ട് കൊടുക്കുമ്പോൾ ഇപ്പോഴും ഇതാ മുഴങ്ങുന്നു ആ കടലിരമ്പം. ഇവിടെ നിന്ന്, ആ ബക്കറ്റിൽ നിന്ന് വി എസിന്റെ കടലിരമ്പം ഇപ്പോഴുമുണ്ട് എന്ന് ഈ ലേഖനത്തിൽ എഴുതുമ്പോ ഇത് പിണറായിയുടെ മണ്ടക്കിട്ടടിയല്ലേ. നമ്മൾ വിചാരിച്ച് ഈ ഒരു തലക്കെട്ടുള്ളത് കൊണ്ടാണ് ഇന്നലെ ഈ പത്രം പുറത്തിറങ്ങാതിരുന്നത് എന്നാ വിചാരിച്ചത്. ഞാൻ ഇന്ന് ഈ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു നോക്കിയപ്പോഴേ അതിനേക്കാളും രസം ഈ ഫസ്റ്റ് പാരഗ്രാഫ് എന്താണെന്നറിയോ? ഇങ്ങനെയാണ്: വി എസ് അച്യുതാനന്ദൻ എന്ന പേര് പലപ്പോഴും അദ്ദേഹം തന്നെ ഓർക്കാറില്ലായിരുന്നു. ശരിയാണ്, വി എസ് അച്യുതാനന്ദൻ എന്ന പേര് പലപ്പോഴും അദ്ദേഹം തന്നെ ഓർക്കാറില്ലായിരുന്നു. അത്രമേൽ പരന്നൊഴുകി വി എസ് എന്ന ദ്വയാക്ഷരി, വി എസ് എന്ന രണ്ടക്ഷരം അത്രമേൽ പ്രചാരം നേടിയിരുന്നു. എ കെ ജിക്കും ഇ എം എസിനും ഒക്കെ മാത്രം ലഭിച്ചിട്ടുള്ള അപൂർവതയാണിത്. എന്താണ്? ഇ എം എസിനും എ കെ ജിക്കും ഒക്കെ മാത്രം ലഭിച്ചിട്ടുള്ള ഈ ഇനീഷ്യൽ കൊണ്ട് അറിയപ്പെടുക എന്നുള്ളത് അല്ലെ. ഇനീഷ്യൽ കൊണ്ട് അറിയപ്പെടുക എന്നുള്ളത് ഇ എം എസിനും എ കെ ജിക്കും ശേഷം പിന്നെ ആർക്ക് മാത്രമാണ്? വി എസിന് മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ. പി വി എന്ന് പറഞ്ഞാലേ, പി വി എന്ന് പറഞ്ഞാൽ ആരും അഭിമാനം കൊള്ളില്ല. മൂപ്പര് തന്നെ പറഞ്ഞതാണല്ലോ, പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ്. ആ പി വി അല്ല, ഈ പി വി. അപ്പം പിണറായി വിജയനെ പി വി എന്ന് വിളിച്ചാൽ പിണറായി വിജയനെ മക്കാറാക്കലാണ്. കാരണം കരിമണൽ കർത്താവിന്റെ പുസ്തകത്തില് കരിമണൽ കർത്തായുടെ അഥവാ കരിമണൽ കർത്താവിന്റെ, അങ്ങനെയാണ് വീണയൊക്കെ അങ്ങനെയാണ് വിളിക്കല്. കരിമണൽ കർത്താവ് നമ്മൾ വിളിക്കല്. കാരണം കർത്താവിന്റെ കയ്യിൽ നിന്നാണല്ലോ പൈസ അങ്ങനെ മാസപ്പടി വന്നത്. അതുകൊണ്ട് ആദരപൂർവ്വം കരിമണൽ കർത്താവ്. അങ്ങനെ കരിമണൽ കർത്താവിന്റെ കയ്യിൽ നിന്ന് മാസപ്പടി കിട്ടിയ ആ ഒരു നന്ദിയൊക്കെ വീണക്കുണ്ട്. സ്വാഭാവികമായി അതാർക്കും ഉണ്ടാകണം, പിണറായി വിജയനും ഉണ്ടാകണം. പക്ഷെ പിണറായി വിജയന്റെ എന്താ പറയാ, പിണറായി വിജയന്റെ പി വി എന്നുള്ള ചുരുക്കപ്പേരിലുള്ള ആൾക്കാണ് ഞാൻ കോടികള് കോഴപ്പണമായി കൊടുത്തത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കരിമണൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പി വി എന്ന് പറഞ്ഞാൽ, എന്നിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് നിയമസഭയിൽ എന്ന് പറഞ്ഞത് ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടുപോയി. കരിമണൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡയറിയിൽ എഴുതിയ പി വി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഷോർട്ട് ഫോം ആണ്. അതല്ലാതെ അത് പി വി നരസിംഹറാവോ അല്ലെങ്കിൽ എന്താ പറയാ പി വി അൻവറോ ഒന്നും അല്ല എന്ന് വളരെ കൃത്യമായി ആര് തന്നെ പറഞ്ഞു? കരിമണൽ കർത്താവ് തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പൊ എ കെ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആദരവ് തോന്നും അല്ലെ. എ കെ ജി, ഇ എം എസ്, വി എസ്, അതിന്റെ കൂടെ പി വി ചേർക്കാൻ പറ്റുമോ? ഇല്ല. പി വി എന്ന് കേട്ടാൽ അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരിക കരിമണൽ കർത്താവിന്റെ ഡയറി. ആ ഡയറിയിലുള്ള പി വി, ആ പി വിക്ക് കിട്ടിയ കോടികൾ. അപ്പൊ ഇത് ഈ ലേഖനത്തിന്റെ ആദ്യത്തെ വരി തന്നെ പിണറായിലിട്ട് ചാമ്പുകയാണ്. പിണറായിയെ ചാമ്പുകയാണ് ഇതില്. അപ്പൊ ഈ ഇ എം എസും എ കെ ജിയും കഴിഞ്ഞാൽ പിന്നെ വി എസ് എ ഉള്ളൂ എന്നാ പറയുന്നത്. അതിന്റെ ഇടയിൽ അപ്പൊ വി എസിനെക്കാളും മുകളിലാണ് തന്റെ സ്ഥാനം, അല്ലെങ്കിൽ ഇ എം എസിനെക്കാളും എ കെ ജിയെക്കാളും ഒക്കെ മുന്നിലാണ്, ഒക്കെ മുകളിലാണ് തന്റെ സ്ഥാനം എന്നാണ് ഈ മനുഷ്യൻ അഹങ്കരിച്ചിരുന്നത്. നവോത്ഥാന നായകനാണ് അല്ലെ. അയ്യങ്കാളിയെക്കാളും ശ്രീനാരായണ ഗുരുവിനെക്കാളും അവരെക്കാളൊക്കെ മുകളിലാണ് തന്റെ സ്ഥാനം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാവം ഈ അയ്യപ്പന്മാരെയൊക്കെ അടിച്ചോടിച്ചത്. സ്ത്രീകള് നാമജപ ഘോഷയാത്രയായി വന്നത് ഒക്കെ പൊട്ടിപ്പോയി, ഒക്കെ പൊളിഞ്ഞുപോയി. അപ്പൊ ഇതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ലേഖനത്തിൽ കെ വി സുധാകരൻ ചെയ്തൊരു സംഭവം. കണ്ടില്ലേ? ഇനി തീർന്നില്ല, ഇനി ബാക്കി ഞാൻ വായിച്ചുതരാം. അങ്ങനെ വേർപാടിന്റെ ഒരു വർഷമാകുമ്പോഴും വി എസ് എന്ന രണ്ടക്ഷരത്തിന്റെ മാന്ത്രികത കേരളത്തിന്റെ മനസ്സിൽ കടലിരമ്പം തീർക്കുകയാണ്. കേരളത്തിന്റെ മനസ്സിൽ അത് കടലിരമ്പം തീർക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും പിണറായി വിജയൻ പറഞ്ഞത് ബക്കറ്റില് ഇങ്ങനെ കോരിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആ ബക്കറ്റില് തരയും പോയി, ഇരമ്പും പോയി, ഒക്കെ പോയി എന്നാണ് പിണറായി വിജയൻ ശംഖുമുഖത്ത് പ്രസംഗിച്ചത്. പക്ഷെ പിണറായിയുടെ ഈ പറയുന്ന അടിമകൾ വായിക്കുന്ന പത്രത്തിൽ തന്നെ പറയാണല്ലോ, വി എസ് മരിച്ച് ഒരു വർഷം കഴിയുമ്പോഴും ആ കടലിരമ്പം അവസാനിക്കുന്നില്ല എന്ന തലക്കെട്ടാണ് കൊടുത്തത്. വീണ്ടും അടി. പിണറായിന്റെ മൂർത്താവ് നോക്കിയിട്ട് അടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞില്ല. വെയിറ്റ്. പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദനായി ജനിക്കുകയും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനായി വളരുകയും വി എസ് അച്യുതാനന്ദനായി ഉയരുകയും ഒടുവിൽ വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് കേരളം കീഴടക്കുകയും ചെയ്ത ചരിത്ര പുരുഷന്റെ ഓർമ്മകൾക്ക് ഇന്നും തിരയിളക്കം. വി എസിന്റെ ഓർമ്മകൾക്ക് ഇന്നും തിരയിളക്കം. തിര വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് തിര ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് പിണറായി വിജയൻ. അപ്പോഴാണ് കെ വി സുധാകരൻ
അച്യുതാനന്ദനെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയ ഈ ലേഖനത്തിൽ പറയാ, ഒന്നാമത്തെ പാരഗ്രാഫ് തന്നെ പറയാണ്, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല തിരയിളക്കം. എന്റെ പിണറായി വിജയ, ഇമ്മാതിരി അടി കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞോണ്ട് വരുന്നതൊന്നല്ല. നമ്മൾ ഇന്നലെ കരുതിയത് ഈ ഒരു ലേഖനം ആരുടെയോ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇത് വന്നു. കാരണം ഇങ്ങനെ വരാൻ പാടില്ലല്ലോ. അതായത് ഈ ലേഖനം ഇങ്ങനെ ഈ തലക്കെട്ടും ഈ ഒരു പാരഗ്രാഫും ഈ ആമുഖത്തോടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പിണറായി വിജയനെ മണ്ടക്കിട്ട് അടിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധരാണ്. ദേശാഭിമാനിയിൽ ഇരിക്കുന്നതും ദേശാഭിമാനിയിൽ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ ലേഖനം എഴുതുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും ഇത് പ്രസിലേക്ക് കൊടുക്കുന്നതും പേജ് ലേഔട്ട് ചെയ്യുന്നതും ഒക്കെ പിണറായിയുടെ ആളുകളാണ്. അവരൊക്കെ മാറിനേ, അവരൊക്കെ പിണറായിയുടെ മണ്ടക്കിട്ട് അടിക്കുകയാണ്. എല്ലാവരും പിണറായിട്ട് അടിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, EP അടിച്ചത് കണ്ടില്ലേ? EP അടിച്ചു, PK ശ്രീമതി അടിച്ചു, KK ശൈലജ അടിച്ചു, KN ബാലഗോപാൽ അടിയോടടി. അങ്ങനെ ഇവരെല്ലാവരും അടിക്കുന്ന കൂട്ടത്തിൽ ദേശാഭിമാനിക്കാരും പോയി കണ്ട് പിണറായി വിജയന്റെ മണ്ടക്കെട്ട് കൊടുക്കാണ്. പാവം, എന്തിനാണ് ആ പാവത്തിന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അല്ലേ? അപ്പൊ ഏതായാലും ഇന്ന് എല്ലാവർക്കും ഇത് വായിക്കാനുള്ള അവസരം കിട്ടി. അപ്പോഴാണ് കൂട്ടരെ, ഇതുകൊണ്ടായിരുന്നില്ല അത്രേ ഇന്നലെ ദേശാഭിമാനി ഇറങ്ങാതിരുന്നത്. കാരണം ദേശാഭിമാനിയുടെ നാലാം പുറത്തെ ഇപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം, കൺമുന്നിൽ കനൽ തുമ്പിൽ അങ്ങനെ ഒരു തലക്കെട്ടില് CK ദിനേശ് എഴുതിയ വീണ്ടും ഒരു VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ തയ്യാറാക്കി വെച്ച ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ ഈ ലേഖനം ഇല്ലായിരുന്നു. ഇതിന് പകരം ഉണ്ടായിരുന്നത് കള്ളൻ വിജയൻ എന്ന ലേഖനമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കള്ളൻ വിജയൻ, അതായത് ഒന്നാം പേജില് മുഴങ്ങുന്നിപ്പോഴും കടലിരമ്പം എന്ന് എഴുതിയിട്ട് പിണറായി വിജയന്റെ മണ്ടക്കിട്ട് അടിച്ചിട്ട് 4-ാം പേജിലേക്ക് വരുമ്പോ അതിൽ കൊടുത്തത് എന്താണ്? കള്ളൻ വിജയൻ എന്ന ഒരു തലക്കെട്ടിലുള്ള ഒരു നാടകകാരനെ കുറിച്ചുള്ള, അതാണ് ഏറ്റവും വലിയ രസം, ഒരു നാടകകാരനെ കുറിച്ചുള്ള, ഒരു നാടക പ്രവർത്തനെ കുറിച്ചുള്ള, വെഞ്ഞാറമൂട്ടിലുള്ള ഒരു നാടക പ്രവർത്തകനുണ്ട് കേട്ടോ. ജീവിതം തന്നെ നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു നാടക പ്രവർത്തകൻ, വിജയകുമാർ എന്നാണ് പേര്. പക്ഷെ ആ വിജയകുമാറിനെ നാട്ടുകാരെല്ലാവരും വിളിക്കുന്നത് കള്ളൻ വിജയൻ എന്നാണ്. കള്ളൻ വിജയൻ എന്നുള്ള പേര് വരാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ ചെറിയ കുട്ടികളൊക്കെ എടകള്ള എന്ന് അച്ഛനമ്മമാര് വിളിക്കാറുണ്ട്. കള്ള അല്ലെ? അങ്ങനെ കള്ള എന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വിളിച്ച് അവസാനം വിജയകുമാർ തന്നെ തന്റെ പേര് കള്ളൻ വിജയൻ എന്നാക്കി മാറ്റി എന്നാണ് ഒരു കഥ. മറ്റൊരു കഥ, ഇദ്ദേഹം നാടകപ്രവർത്തകനാണെന്ന് അറിയല്ലോ. ഈ ഒരു നാടകം ഉണ്ടായിരുന്നു അത്രേ. ഇദ്ദേഹം അഭിനയിച്ച ഒരു നാടകത്തിൽ കള്ളൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അത്രേ. വളരെ തന്മയത്വത്തോടുകൂടി കള്ളൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടുകൂടി ഇയാളെ കള്ളൻ വിജയൻ എന്ന് നാട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങി. ഇയാൾക്ക് കത്ത് വരുന്നത് പോലും കള്ളൻ വിജയൻ എന്ന് എഴുതിയിട്ടാണ് അത്ര കത്ത് വരാറുള്ളത്. അപ്പൊ അത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് അല്ലേ? കള്ളൻ വിജയൻ. നമ്മൾ സാധാരണ കള്ളൻ എന്ന് നമ്മുടെ പേരിന്റെ കൂടെ കൂട്ടിച്ചേർത്താൽ നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നും. കാരണം കള്ളൻ എന്ന് ഒരിക്കലും ആരും ഇഷ്ടപ്പെടില്ല കള്ളൻ എന്ന് ചേർത്ത് വിളിക്കാൻ. പക്ഷേ ഈ വിജയകുമാർ എന്ന് പറയുന്ന വെഞ്ഞാറമൂട്ടിലെ വിജയൻ വളരെ നല്ല സൺഡേ സപ്ലിമെന്റിൽ ഈ ഞായറാഴ്ച പതിപ്പിൽ കൊടുക്കാൻ പറ്റിയ വളരെ ആകർഷകമായ കൗതുകകരമായ ഒരു സ്റ്റോറി ആയിരുന്നു അത്. പക്ഷേ അതിന്റെ തലക്കെട്ട് അത് തന്നെയാണ് ഇടേണ്ടത് അല്ലേ? കള്ളൻ വിജയൻ. അപ്പൊ കള്ളൻ വിജയൻ എന്നുള്ള തലക്കെട്ടിലായിരുന്നു ബാക്ക് പേജിലെ ലേഖനം കൊടുത്തത്. അങ്ങനെ ഇന്ന് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ആകെ അന്തംഗമ്മികളാകെ ഹൃദയം പൊട്ടി മരിക്കില്ലായിരുന്നോ? ഒന്നാം പേജില് പിണറായി വിജയന്റെ മണ്ടക്കെട്ടുങ്ങാണ്ട് അടി. അത് പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായിക്കോളുന്നില്ല. അത്യാവശ്യം ചെറിയ ബുദ്ധിയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ. കടലിരമ്പം, മറ്റേ തിരമാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, പ്രത്യേകിച്ച് അന്തംഗമ്മികൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടേക്കായിരിക്കും ഈ ലേഖനം മാറ്റാഞ്ഞത്. പക്ഷെ മെച്ചതുണ്ടല്ലോ, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ, അല്ല ഞാനും ചോദിക്കട്ടെ, കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പിണറായി വിജയനെ ആരെങ്കിലും കള്ളൻ വിജയൻ എന്ന് വിളിക്കുമോ? ഞാൻ ഏതായാലും വിളിക്കില്ല. പിണറായി വിജയനോട് നമുക്ക് ഒരുപാട് വിയോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ പിണറായി വിജയനെ കള്ളൻ വിജയ എന്ന് നമ്മൾ വിളിക്കില്ല. ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ വരട്ടെ, അതൊക്കെ കോടതിയിൽ തെളിയട്ടെ, കോടതി പ്രഖ്യാപിക്കട്ടെ. പിണറായി വിജയൻ കോടികളുടെ കളവ് നടത്തി എന്നൊക്കെയാണെങ്കിൽ നമുക്ക് കള്ളൻ വിജയൻ എന്ന് വിളിക്കാം. അപ്പൊ തൽക്കാലം കള്ളൻ വിജയൻ എന്ന് പിണറായി വിജയനെ ആരും വിളിക്കില്ല. അപ്പൊ ഈ കള്ളൻ വിജയൻ എന്ന് ദേശാഭിമാനി പത്രത്തിൽ ഒരു തലക്കെട്ട് കണ്ടാൽ ഇത് ഈ വിജയനാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? അല്ല, ഞാൻ ചോദിക്കുന്നതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ കള്ളൻ വിജയൻ എന്ന് ദേശാഭിമാനി പത്രത്തിൽ അച്ചടിച്ചാൽ എന്താ കുഴപ്പമെന്നാ ഞാൻ ചോദിക്കണേ?
വിജയന്മാർ ഒരുപാടുണ്ടാവില്ലേ? ആകെ ലോകത്തിൽ ആകെ ഒരു വിജയം മാത്രമേ ഉള്ളൂ. ഈ വിജയൻ പിണറായി വിജയനാണെന്നേ. ഈ വിജയൻ പിണറായി വിജയനാണ്. പിണറായി വിജയന് വേണ്ടത്ര ഊക്ക് ഒന്നാം പേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പേജ് ഉള്ളത് എന്താ പറയാ, കള്ളൻ വിജയൻ എന്നാണ്. ആ സ്റ്റോറി വായിച്ചു നോക്കിയാൽ അറിയാം, ഈ പിണറായി വിജയനെ കുറിച്ചല്ല ആ സ്റ്റോറി. അത് വെഞ്ഞാറമൂട്ടിലുള്ള നാടക പ്രവർത്തകനായ വിജയകുമാറിനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇരട്ടപ്പേരാണ്, അദ്ദേഹത്തിന്റെ ഓമന പേരാണ് കള്ളൻ വിജയൻ. ആ കള്ളൻ വിജയൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആ രീതിയിലുള്ള ഒരു വാർത്തക്ക് കള്ളൻ വിജയൻ എന്ന് ബാക്ക് പേജിൽ കള്ളൻ വിജയൻ എന്ന് കൊടുത്താൽ എന്താ തകരാറ്? പക്ഷേ അത് തകരാറാണ് ആർക്കാ തോന്നിയത്? പൂമരന്, നമ്മുടെ സ്വരാജിന്. നമ്മുടെ സ്വരാജാണ് ഇപ്പൊ ഇതിന്റെ ദേശാഭിമാനിന്റെ കൊണസ്ട്രാൾ ഇപ്പൊ സ്വരാജാണ്. സ്വരാജും പുത്തലത്ത് ദിനേശിനുമാണ് ഇതിന്റെ ചുമതല. സ്വരാജിനും പുത്തലത്ത് ദിനേശിനുമാണ് ദേശാഭിമാനി പത്രത്തിന്റെ ചുമതല. അപ്പം സ്വരാജിന് തോന്നി കള്ളൻ വിജയൻ എന്ന് കേട്ടാൽ ആൾക്കാരൊക്കെ പിണറായിയാണ് കള്ളൻ വിജയൻ എന്ന് ധരിക്കുന്നത്. എടോ സ്വരാജ്, എന്താണ് താനൊക്കെ വിചാരിച്ചത്? പിണറായി വിജയൻ ഒന്നില്ലെങ്കിൽ 10 കൊല്ലം നമ്മളെ ഭരിച്ച നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ? പിണറായി വിജയനാണ് കള്ളൻ വിജയനാണ് മനസ്സിലാവുമോ? ആർക്ക് മനസ്സിലാവാൻ? അപ്പൊ ഇവനാണ് സ്വരാജിനാണ് കള്ളൻ വിജയൻ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് പിണറായി വിജയനാണെന്ന് തോന്നുന്നത് ആർക്കാണ്? സ്വരാജിനാണ്. സ്വരാജിനും പുത്തലത്ത് ദിനേശനൊക്കെയാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവര് ബാക്ക് പേജിലെ ആ ലേഖനം അങ്ങോട്ട് ഒഴിവാക്കിയത്. എന്നിട്ട് പകരം VS-ന്റെ ഒരു ലേഖനം കൂടിയാണ്ട് ചാമ്പി. അങ്ങനെയാണ് ഇത് ഇറക്കിയത്. ഇനി മറ്റൊരു വലിയൊരു രസം അറിയോ? ആ വിജയകുമാർ ഉണ്ടല്ലോ, ഏത് വിജയകുമാർ? നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ നാടക പ്രവർത്തകനായ വിജയകുമാർ. ആ വിജയകുമാറിന്റെ സ്റ്റോറി ഇന്ന് മനോരമയിലുണ്ട്. ഞാനത് വേറെ വീഡിയോ പറയട്ടെ, എല്ലാം കൂടി ഇതിൽ അടങ്ങില്ല. അതുകൊണ്ടാണ് മലയാള മനോരമയിൽ ആ വിജയകുമാറിന്റെ ജീവിതകഥ ഇന്ന് മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. അതിൽ ആ വിജയകുമാറിന് വളരെ ഇഷ്ടമാണ്. ഈ വിജയകുമാറിനെ കള്ളൻ വിജയൻ എന്ന് വിളിക്കുന്നത് മൂപ്പർക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് എന്താ അറിയോ? ഈ വിജയകുമാറിനെ കള്ളൻ വിജയൻ എന്ന് വിളിക്കുന്നത് ആ വിജയന് ഇഷ്ടമാണ്. പിന്നെ ഏത് വിജയനാണ് ഇത് ഇഷ്ടപ്പെടാത്തത്? എന്താ ചെയ്യ? ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സ്ഥിതി തന്നെയാണ് സഖാക്കൾക്ക്. നമ്മള് എന്താ പറയാ, ഉടുത്തതിൽ അപ്പിടുക എന്ന് കേട്ടില്ലേ? അതാണ് ഇപ്പം CPM-കാരുടെയും അന്തംഗമികളുടെയും സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉടുത്തതിൽ അപ്പിട്ട മാതിരിയാണ്. നാറിയിട്ട് പൊയ്ക്കൂടെ അടുത്തുകൂടെ. എന്നിട്ടാണ് നമ്മുടെ സ്വരാജ് വന്നും കണ്ട് സ്വരാജിന്റെ വിശദീകരണം ഇന്നലെ തന്നെ ഫേസ്ബുക്കിലൂടെയൊക്കെ സ്വരാജിന്റെ വിശദീകരണം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ദേശാഭിമാനിയിൽ VS അനുസ്മരണം ഒഴിവാക്കിയിട്ടില്ല. സ്വരാജ് ഇത് പറയുന്നത് ശരിയാണ്. ദേശാഭിമാനിക്കെതിരായ പ്രചാരണം ഹീനം എന്ന് പറയുന്നത്. ദേശാഭിമാനിക്കെതിരായ പ്രചാരണം ഹീനം. അതില് സ്വരാജ് പറയുന്നത് എന്താ അറിയോ? ദേശാഭിമാനി പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പ് ഞായറാഴ്ച ഇറങ്ങാത്തത് അച്ചടിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണത്താലാണ് എന്ന് റെസിഡന്റ് എഡിറ്റർ സ്വരാജ് പറഞ്ഞു. മൂപ്പര് റെസിഡന്റ് എഡിറ്ററാണ്. ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ എന്ന പദവി കൂടിയുള്ള പൂമരൻ അഥവാ സ്വരാജ് പറയുകയാണ് സാങ്കേതിക പ്രശ്നമാണെന്ന്. അച്ചടി സമയത്തിന് പൂർത്തിയായില്ല, ആ സാങ്കേതിക പ്രശ്നമാണെന്ന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് ഇതിന്റെ അവസാനം പറയുന്നുണ്ട്, ഒരു നാടകവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണെന്ന് സ്വരാജ് പറഞ്ഞു. ഒരു നാടകവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സ്വരാജ് പറഞ്ഞു. പണ്ടൊരു പെൺകുട്ടി പറഞ്ഞിട്ട് എന്റെ അച്ഛൻ പത്തായത്തിലും കൂടി ഇല്ല എന്ന് പറയുന്നത്. പോലീസ് ഈ അച്ഛനെ പിടിക്കാൻ വന്നപ്പം പെൺകുട്ടി പറഞ്ഞു എന്റെ അച്ഛൻ പത്തായത്തിലും കൂടി ഇല്ല എന്നാണ് പറഞ്ഞ്. അപ്പോഴാണ് പോലീസ് പത്തായം തുറന്ന് നോക്കി അച്ഛനെ പിടിച്ചത്. അതേപോലെ സ്വരാജ് പറയാണ് ആ നാടകത്തിന്റെ കാര്യത്തിലൊന്നും അല്ലട്ടോ ഞങ്ങള് എന്താ പറയാ ഈ അച്ചടി നിർത്തിവെച്ചത് എന്ന് സ്വരാജ് പറയാണ്. ഇമാതിരി മണുഗുണാഞ്ചൻ. ഞാൻ ഈ സഖാക്കളോട് പറയുന്നത്, ഒന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളോട് വിയോജിപ്പ് കണ്ട്, ശക്തമായ വിയോജിപ്പുണ്ട്. നിങ്ങളുടെ ഈ പോക്കിൽ നല്ല വിയോജിപ്പ് എനിക്കുണ്ട്. പക്ഷെ നിങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ് എനിക്കുള്ളത്. നമ്മളൊക്കെ ഒരു കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് SFI-യും അത് കഴിഞ്ഞിട്ട് DYFI ആയിരുന്നു. ദേശാഭിമാനിയിലൊക്കെ ഒരു 2 വർഷം പ്രവർത്തിച്ച ഒരു ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത്, ഇമ്മാതിരി മണുഗുണാഞ്ചന്മാരൊക്കെ അതിന്റെ റെസിഡന്റ് എഡിറ്റർ ആക്കിയാൽ എന്താ ചെയ്യാ? ഇത് CPM-കാരും ദേശാഭിമാനിക്കാരൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാട്ടോ. സ്വരാജിന്റെ മാതിരിയുള്ള കള്ളം പറയുക. എടോ, യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ കള്ളൻ വിജയൻ എന്ന് അച്ചടിച്ച് വന്നെങ്കിൽ ഇത് ആരും പ്രശ്നമാക്കില്ല. ഇത് ആര് പ്രശ്നമാക്കാൻ? പിണറായി വിജയനെതിരെ 100,000 ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോ ഈ ദേശാഭിമാനി പത്രത്തിന്റെ ബാക്ക് പേജില്
കള്ളൻ വിജയൻ എന്ന് അച്ചടിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം പിണറായി വിജയന് വലിയ പരിക്കൊന്നും ഏൽക്കാനില്ല. അല്ലെങ്കിൽ തന്നെ പരിക്കുകൾ ഏൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ പത്രത്തിന്റെ ഈ എന്താ പറയാ ഈ വാരാന്ത്യ പതിപ്പിന്റെ 1-ാം പേജിലുള്ള ഈ സംഭവമാണ് അതിനേക്കാളും ഭീകരം. പക്ഷെ ഇത് ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കടലിരമ്പവും ഈ എന്താ പറയാ കടൽ തിരമാലകളും പഴയ ശംഖുമുഖം പ്രസംഗം, കാരണം ഈ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഓർമ്മശക്തിയൊക്കെ പഴയ ഓർമ്മകളൊന്നും പലർക്കും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഓർമ്മ ഇല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവില്ല ഇത് എന്താ കടലിരമ്പം അല്ലെങ്കിൽ ഈ എന്താ പറയാ തിരമാല എന്നൊക്കെ പറഞ്ഞാൽ ഇത് VS-നിട്ട് ചാമ്പിയതാണ് എന്ന് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓക്കെ. പക്ഷെ മറ്റേത് കള്ളൻ വിജയൻ എന്ന് ബാക്ക് പേജിൽ കൊടുത്താൽ അതിനൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോഴാണ് മറ്റേ സ്വരാജ് പറയുന്നത് നാടകവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാളും ഞാൻ നേരത്തെ ഉടുത്തയിൽ അപ്പിട്ട പോലെ എന്ന് പറഞ്ഞതേ ഈ വിജയകുമാർ ഏഷ്യാനെറ്റിനോടും മറ്റു പത്രക്കാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ദേശാഭിമാനിക്കാർ വിളിച്ചിരുന്നു, എന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു, എന്റെ ജീവിതങ്ങളൊക്കെ അവരോട് പറഞ്ഞു, ഇത് ഒരു പ്രസിദ്ധീകരിക്കാന്നും പറഞ്ഞു. അപ്പൊ തീർന്നില്ലേ? ഇനി മാത്രമല്ല, അവസാനം ഒറ്റ കാര്യം കൂടി, ഈ ദേശാഭിമാനിയുടെ ഈ പറയുന്ന ഇതിന്റെ ചുമതലയുള്ള, അതായത് വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള എഡിറ്റർ ഉണ്ട്, എന്താ പറയാ കെ ആർ അജയൻ എന്ന് പറയുന്ന എഡിറ്റർക്ക് ഷോക്കോസ് നോട്ടീസ് ഇങ്ങനെ, അതായത് കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ബാക്ക് പേജിൽ കൊടുത്തു. വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് KR അജയന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. എടോ സ്വരാജേ എന്തിനാടോ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? എന്റെ കൂടെയുള്ള കുറെ അന്തംകമ്മികള് ഒരു എന്താ പറയാ ഒന്നിനെക്കുറിച്ചും ബോധമില്ലാത്ത ഒന്നിനെക്കുറിച്ചും ബോധമില്ലാത്ത അന്തംകമ്മികൾ വരെ നീ പറയുന്നൊന്നും വിശ്വസിക്കില്ല. പിന്നെ എന്തിനാ അതിങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞൂടെ? ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നീട് കള്ളൻ വിജയൻ എന്ന് കൊടുത്തു. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചു കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ, കേരളത്തിലെ മലയാളികൾ മുഴുവൻ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണെന്ന് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് കൊടുക്കാത്തതെന്നാണ് പറഞ്ഞാൽ പോരെ? അല്ലേ? വളരെ സിമ്പിൾ അല്ലത്. എന്തുകൊണ്ട് ബാക്ക് പേജിലെ ആ ലേഖനം ഞങ്ങൾ മാറ്റി? അതിനു വേണ്ടിയിട്ട് പത്രം ഇന്നലെ വിതരണം ചെയ്തില്ല. കാരണം അതിന്റെ ടൈറ്റിൽ കള്ളൻ വിജയൻ എന്നായിരുന്നു. കള്ളൻ വിജയൻ എന്ന് അങ്ങനെ ഒരു ടൈറ്റിൽ വന്നാൽ കേരളത്തിലെ ആളുകളൊക്കെ പത്രം വായിക്കുന്ന ദേശാഭിമാനി വായിക്കാൻ മിക്കവാറും അറിഞ്ഞിരിക്കും അന്തംകമ്മികൾക്ക്. അപ്പൊ അന്തംകമ്മികള് കള്ളൻ വിജയൻ എന്ന് വായിക്കുമ്പോൾ അന്തംകമ്മികൾ വിചാരിക്കും കള്ളൻ വിജയൻ എന്നുള്ളത് പിണറായി വിജയനാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞങ്ങള് ആ ലേഖനം കണ്ട് ഒഴിവാക്കി അതിന് പകരം വേറൊരു VS-ന്റെ ഒരു ലേഖനം കൂടി ചാമ്പി. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് പുറത്തിറക്കിയെന്നാണ്ട് സത്യം പറഞ്ഞാൽ പോരെ എന്റെ സ്വരാജ്? എന്ത് ചെയ്യാനാണല്ലേ? എനിക്ക് ചിരിയും വരുന്നു. അല്ലാതെ എന്താ ചെയ്യാ? വേറെ ഒരുപാട് കാര്യങ്ങൾ പറയണ്ട. അത് അടുത്ത വീഡിയോയിലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എല്ലാ അന്തംകമ്മികൾക്കും സ്വരാജ് പൂമരനും എല്ലാവിധ കള്ളം പറയാനുള്ള എന്താ പറയാ ത്രാണി വരുംകാലത്ത് നല്ല രീതിയിൽ പൂമരന് കൊടുക്കണേ എന്ന് കാറൽ മാർക്സ് മുത്തപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.